നമസ്കാരമുണ്ട്. നീതിമുന്നയാണ് തത്സമയം നിൽക്കുന്നത് കടമ്പാങ്കോട് മുക്ക എന്ന സ്ഥലത്താണ്. ഇന്നൊരു മരണം അറിഞ്ഞാണ് ഞങ്ങൾ ഈ കടമ്പാങ്കോട് എത്തിയത്. സജു എന്ന ഒരു പ്രകൃതി സ്നേഹി, അല്ലെ ഒരു മൃഗസ്നേഹി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാടിനെ തൊട്ടറിഞ്ഞ വ്യക്തി. പക്ഷേ ഞങ്ങൾ സജുവിനെ പറ്റി ഒരുപാട് അറിഞ്ഞപ്പോൾ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. സജു കാടും മൃഗങ്ങളുമായിട്ടുള്ള ബന്ധം. നമ്മളിന്ന് ഈ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ സജു മരണപ്പെട്ട ഒരുപാട് സ്നേഹിച്ച് വളർത്തിയ നായ്ക്കളും പശുക്കളും മൃഗങ്ങളും പന്നികളും ഒക്കെ ഈ വീട്ടിലുണ്ട്. അതിൻ്റെയൊക്കെ കരച്ചിലും അതൊക്കെ വിശന്ന് 2-3 ദിവസം കൊണ്ട് വിശപ്പടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ് അതിൻ്റെ യജമാനനെ. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ വരുമ്പോൾ പോലും ഈ മൃഗങ്ങൾക്കറിയത്തില്ല ഇദ്ദേഹത്തിൻ്റെ ഈ മൃഗങ്ങളുടെ യജമാനൻ മരണപ്പെട്ടു പോയി. ഇനി ഇവർക്ക് തീറ്റ കൊടുക്കാൻ, ഇവരെ സ്നേഹിക്കാൻ, ഇവരെ ലാളിക്കാൻ ഇനി ഈ സജു എന്ന യജമാനനില്ല എന്നുള്ളൊരു കാര്യം. കഴിഞ്ഞ ദിവസം ഏരൂര് വെച്ച് കാട് വെട്ടുന്നതിനിടയിൽ പാമ്പ് കടിയേറ്റു അദ്ദേഹം മരണപ്പെട്ടു. ആ വാർത്തയെടുക്കാൻ വന്നപ്പോഴാണ് അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ അറിയണം എന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ എത്ര അറിഞ്ഞാലും നമുക്ക് മതി വരുത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നു. കൊല്ലം ജില്ലയിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് തന്നെ അറിയുമ്പോൾ നമുക്ക് വളരെ അറിയാവുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. അത് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളും. പക്ഷേ കാടറിഞ്ഞവൻ, കാടിൻ്റെ മണ്ണറിഞ്ഞവൻ, കാടിൻ്റെ മൃഗങ്ങളെ അറിഞ്ഞവൻ, അതായിരുന്നു സജു എന്ന വ്യക്തി. അവൻ ഇന്ന് മരണപ്പെട്ട, ഇന്നല്ല 3 ദിവസമായി. ഇന്നാണ് അവനെ ദഹിപ്പിച്ചത്. ദഹിപ്പിച്ച് ഇന്ന് അവൻ സ്നേഹിച്ച മൃഗങ്ങൾ, അവൻ്റെ വീട് അവൻ സ്നേഹിച്ച മൃഗങ്ങൾ തന്നെയായി. അവൻ്റെ കുഞ്ഞുങ്ങളും അവൻ്റെ ഭാര്യയും തന്നെയായി. അവൻ ഭൂമി വിട്ട് വേർവിട്ട് അവൻ പോയി. അതിന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. മൃഗങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാതെ ഇരിക്കുകയാണ്. അതിനെ നോക്കിയെങ്കിലല്ലേ ഞങ്ങൾക്ക് പറയാൻ നോക്കൂ. അത് ആര് നോക്കുമെന്നുള്ളൊരു ചിന്തയാണ്. ഞങ്ങളും ഒരു ചമ്മരുണ്ട്, എവിടെയെങ്കിലും പോകണ്ടേ. അന്ന കാലം മുതൽ അവൻ വന്നിട്ട് കൊച്ചിന് 6 വർഷം കൂട്ടാം വന്നിട്ട്. അവൻ വന്നിട്ട് 6 വർഷമൊന്നുമല്ല കൃഷിക്ക് വന്നതാ. കൃഷിക്കെന്ന് വെച്ചാൽ ഞങ്ങളല്ല അവനെ കൊണ്ടുവന്നത്. പോത്തിന് തീറ്റാമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ വന്ന്, എനിക്കറിയത്തില്ല അത്. പിന്നെ ആങ്ങളുടെ വസ്തു അങ്ങക്കരെ ആയിരുന്നു കിടന്നുകൊണ്ട് വന്നത്. അപ്പോൾ പിന്നെ സ്നേഹമായി അങ്ങനെ അവളെ കെട്ടിയതാ. താമസമായി അന്നോട്ടെ ഇവിടെ താമസമായി. കുതിര, ഒരു കുതിര ചത്ത്. പിന്നെ 2 കുതിര ഉണ്ടായിരുന്നു. ഒന്ന് പെൺകുതിര ഇനി എവിടെയാണോ എന്തെന്ന് അറിയാൻ പാകില്ല. ഇപ്പം ഈ പിന്നെ ഒരു കുതിരയും ഉണ്ട്. പിന്നെ കന്നാലി, പട്ടി, വളർത്തുപന്നി, ഇതൊക്കെ അവന് കൊച്ചിലെ തള്ള പറഞ്ഞത് അവന് മൃഗത്തിനോട് ഇഷ്ടമാണ് അവന്. എല്ലാ മൃഗങ്ങളും, പന്നിയുണ്ട്, പ്രാവുണ്ട്, അത് പക്ഷി, പിന്നെ 4 മൃഗങ്ങളുണ്ട്, കന്നാലിയുണ്ട്. ജോലി ഇതൊക്കെ തന്നെ ആയിരുന്നു. അവൻ്റെ കുഞ്ഞിലേ ഉള്ള ജോലി തന്നെ ഇത്. അവൻ കുഞ്ഞിലെ അവൻ്റെ വീട് വിട്ടിറങ്ങിയവനാ. എന്നാണ് പറഞ്ഞത്. നമുക്കറിഞ്ഞൂടാ. കാട്ടില എപ്പോഴും കാട് സഞ്ചാരമുണ്ട് അവന്. രാത്രി 12 മണിക്ക് 10 മണിക്കൊക്കെ അവിടെ നിന്ന് തന്നെ വരുന്നത്. അവനൊരു ഭയമൊന്നുമില്ല. മൃഗങ്ങളുമായിട്ട് ഈ കാട്ടിലെ മൃഗങ്ങൾ തന്നെ അലച്ചു കഴിഞ്ഞ് അവനും മനസ്സിലാവും. പക്ഷെ ഞങ്ങൾ കാണിക്കാരാ, ഞങ്ങൾക്ക് മനസ്സിലാവൂല. സജീവ് അവനറിയാം. എന്തെങ്കിലും ഒന്നും പിന്നെ അലച്ച അവൻ പറയും, ഇന്ന സാധനമാണ് അലച്ച, ഇന്ന കാര്യത്തിനാണ് അലച്ചെന്ന് അവൻ പറയും. പാമ്പ് കടിച്ചു മരിച്ചോ അവൻ പാമ്പിനെയും പിടിക്കുമായിരുന്നു. പിടിച്ച് അവൻ പാമ്പിനെ വളർത്തിയിട്ട് കൊണ്ട് ഇവിടെ കുപ്പിയിലിട്ട് അങ്ങനെ വഴക്ക് പറഞ്ഞാണ് അതിനെ കൊണ്ട് കളഞ്ഞത്. അവൻ ഒരു മൃഗങ്ങളിനൊന്നും അവൻ കൊല്ലുന്ന സൈസല്ല. അവൻ്റെ ജീവിതമേ മൃഗമാണ്. മൃഗങ്ങളെ കൊണ്ടാണ് അവൻ്റെ ജീവിതം. കൂട്ടുകെട്ട് മനുഷ്യരോടല്ല അവൻ്റെ കൂട്ടുകെട്ട്, മൃഗങ്ങളോടാണ്. കൂട്ടുകെട്ടെന്ന് വെച്ചാൽ മൃഗങ്ങളെ ഇങ്ങനെ വളർത്തുന്നു,
എന്ന് മാത്രമേ ഉള്ളൂ. അവൻ കൊണ്ടുവന്ന് എവിടെ കിടന്നാലും തെരുവ് പട്ടിയായാലും അവന് ഇഷ്ടപ്പെട്ട പട്ടിയാണെങ്കിൽ അത് കൊണ്ടുവന്നിരിക്കും. ഇവിടെ ഏറ്റവും കൂടിയ പട്ടികളൊക്കെ കിടക്കുന്നത്. ആ ഇനിയിപ്പോ ആര് ചാപ്പാട് കൊടുക്കുന്നു? ചാപ്പാട് കൊടുക്കുന്നത് ഞങ്ങൾ കൊടുത്തോളൂ. അവളിപ്പം വരും. കുഞ്ഞുങ്ങൾക്കുള്ള കാര്യമാണ് കഷ്ടം. പക്ഷെ കുഞ്ഞുങ്ങൾ എപ്പോഴും തന്ത അത് തന്നെ കുഞ്ഞുങ്ങളാവൻ ദേവോദ്രവം ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഒരടി പോലും ഇതുവരെ അടിച്ചിട്ടില്ല പിള്ളേരെ ഒന്നും. ഏത് പിള്ളേരെ ആയാലും അവന് സ്നേഹമാണ്. കുതിരയെ കൊന്ന ഇവിടെ അഴിച്ച് അവൻ വിടും. കുതിര വരത്തില്ല. കാരണം അവൻ വരുന്നത് ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ കുതിരയെ പിടിച്ച് കെട്ടാക്കത്തില്ല. പിന്നെ എൻ്റെ കൊച്ചുമോനോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരാരും ഞങ്ങൾ വേണമെങ്കിലും അതിനെ പിടിച്ച് കെട്ടാം. ഒന്നും ചെയ്യുന്ന കുതിരയല്ലായിരുന്നു. കാരണം ആ കുതിരയിൽ നിന്നും ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായി. മൂത്ത കൊച്ച് നടക്കും, എന്നാലും നടത്തൊന്നും ഉറച്ചിട്ടില്ല. അപ്പം ഈ വണ്ടി കൊച്ചു കയറിയിരുന്നപ്പോൾ ഇങ്ങോട്ട് കഥ കൊണ്ടു. ആ വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ കുതിര കഥവിൻ്റെ കഥവിൽ അടുക്കള കഥവിൻ്റെ അടുത്ത് നിന്ന് മാറത്തില്ല. പിന്നെ കുതിരയ്ക്ക് അറിയായിരുന്നു, പക്ഷെ മനുഷ്യർക്ക് അറിയത്തില്ലായിരുന്നു. ആ വണ്ടി കയറിയിരുന്ന് പെണ്ണങ്ങ് ഉരുട്ടി വിട്ടവൻ പെണ്ണിഞ്ഞ് മുറ്റത്തിഞ്ഞ് ഇറങ്ങി. ആ കുതിരയാണ് പിടിച്ചു നിർത്തിയത്. കടിച്ച് നിർത്തി ആ വണ്ടിയെ. അല്ലെങ്കിൽ കൊച്ചും വണ്ടിയും പിന്നെ കുഴിയിലായിരുന്നു. കൊച്ചിൻ്റെ അവൻ്റെ മോള്, അച്ചുവിൻ്റെ മോള്. അങ്ങനെ ഞാൻ പിന്നെ അവൾ വിളിച്ചു പറഞ്ഞു, അമ്മ ഓടി വാ എന്ന്. അന്ന് ഞാനുണ്ട്. അമ്മ ഓടി വാ, കൊച്ച് ഇതുപോലെയാണെന്ന്. ആ കുതിര പിടിച്ച് നിർത്തി കൊച്ചിനെ വന്ന് അവൾ എടുത്തിറക്കെയാണ് കുതിര ആ വണ്ടിയിൽ നിന്ന് കടി വിട്ടത്. അല്ലെങ്കിൽ ഇനി അന്ന് എങ്ങനെ ശ്രമിച്ചിട്ടും ആ കുതിര പോകത്തില്ലെന്നുള്ളതാണ്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ആ കുതിരയ്ക്ക്. ആത്മാവ് അവൻ അത്രയ്ക്ക് മനുഷ്യരെ വെറുത്താലും മൃഗങ്ങളെ വെറുക്കത്തില്ല. പിന്നെ വിഷമം കാണാതെ കണ്ടിരിക്കുവോ? നമുക്കിപ്പോൾ എത്രയൊക്കെ ആയാലും നമ്മുടെ കൂട്ടത്തിൽ വന്ന് അവൻ കൂടി അവൻ അത്ര മേല് എൻ്റെ പിള്ളേരെ നോക്കി, എൻ്റെ കൊച്ചിനെ അവൻ നോക്കി അന്വേഷിച്ച് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവൻ പെട്ടെന്ന് ഇങ്ങനെ നമ്മളെ വേറെ പിരിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ വിഷമം നമുക്ക്. ഇച്ചൻ വേറെ പോയി, അമ്മ മരിച്ചു പോയി. അവൾ 8ലാണോ എത്ര ഒന്നുമില്ല, അവൾ ഒറ്റയ്ക്കാണ്. അത് ഞങ്ങൾക്ക് എല്ലാം 3 ഞങ്ങൾ പിന്നെ ഒരാൾ മരിച്ചു. ഇനി ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾക്കും ഓരോ മക്കളേ ഉള്ളൂ, ഓരോ പെൺമക്കളുണ്ട്. എൻ്റെ നേരെയുള്ള അനിയത്തിക്കും അത് തന്നെ, എനിക്കും അത് തന്നെ. അങ്ങനെയാണ് പിന്നെ കഴിയുന്നത് ഇവിടെ. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ കേട്ടു. വളരെ സങ്കടം തോന്നുകയാണ്. സജുവിൻ്റെ മക്കളെപ്പറ്റിയും ഭാര്യയെപ്പറ്റിയുമല്ല കൂടുതൽ ആൾക്കാർ ആംഗലാപ്പെടുന്നത്, മറ്റൊന്നുമല്ല. പക്ഷേ സജുവിൻ്റെ മൃഗങ്ങളെപ്പറ്റി മൃഗങ്ങൾ ആലോചിക്കുന്നുള്ളൂ, അല്ലെ ബന്ധുക്കാർ ആലോചിക്കുന്നുള്ളൂ. പക്ഷേ സജുവിൻ്റെ 2 മക്കളും ഭാര്യയും ഇനി എന്തു ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. മൃഗങ്ങൾക്കെല്ലാം കൂട്ടായിട്ട് സജു ഉണ്ടായിരുന്നു. പക്ഷേ സജുവിൻ്റെ വീട്ടിലെ മൃഗങ്ങളെപ്പറ്റിയും ഒക്കെ എല്ലാവരും വളരെ ആകുലപ്പെടുകയാണ്. നാളെ എന്തു ചെയ്യും? പക്ഷേ ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്നത് സജുവിൻ്റെ ഭാര്യയും സജുവിൻ്റെ 2 മക്കളുമാണ്, കൈക്കുഞ്ഞുങ്ങളാണ്. എന്തു ചെയ്യും സജുവിൻ്റെ ഭാര്യ?